നിങ്ങളുണ്ടാവും വിചാരിക്കുന്നത് ഞാനാ വണ്ടി ഒട്ട് നിന്ന് ഒരിക്കലല്ലോ കേട്ടോ. എന്നോട് പറഞ്ഞുകൊണ്ട് പയ്യോളി വരെ ഞാൻ ഓടിച്ചോളൂ, ഞാൻ പിന്നെ അവിടെ നിന്ന് ബസ് പോകുന്നില്ലേ എന്ന്. ഇത് നമ്മളെ തിക്കോടി ടൗണാണ്, ചെറിയൊരു ടൗണാണ്, നമ്മളെ ടൗണാണ്. അങ്ങനെയെല്ലാം കൂടി തിക്കോടിയിൽ നിന്ന് വണ്ടിയും കൊണ്ട് ഇവിടെ കേട്ടോ പോകുന്നത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. നേരെ ഇരുന്നുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കുകയോ തലതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു JCB അതാ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ നോക്കുന്നൊന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേങ്ങ് തിരിഞ്ഞു പോയി അവിടെ വീഴുന്നുള്ള പേടിയാണ്. ആ നായ്ക്കുട്ടിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് അതും ഉണ്ട് എന്ന്. റോഡ് സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നു, നല്ല അടിപൊളി ഉറവൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കൂടെ നല്ല റോഡല്ലേ, ഇവിടെ നല്ല സ്പീഡ് പോവാണ് എന്ന്. ഞാൻ പറഞ്ഞു പതുക്കെ പോയാൽ മതി, ആടെയും ഇവിടെ ഒക്കെ കുണ്ടുണ്ട് എന്ന്. ഒരു കാറിൻ്റെ മുമ്പിൽ നിന്ന് വരുന്നുണ്ടാകുമ്പോൾ പറഞ്ഞു നമ്മളിപ്പം തട്ടുമെന്ന്. ഞാൻ പറഞ്ഞു തട്ടുവന്നില്ല, കുണ്ടെന്ന് നോക്കിയോന്ന്. അങ്ങനെയെല്ലാം കൂടി ഈ കുണ്ടുമ്പോൾ കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങൊന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ലൈസൻസ് എന്നു വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് RTO വന്നാന്ന്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും RTO തന്നെയല്ലേ കൊടുക്കുന്നത്. പിന്നെ ആൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചത്. എന്താ വെച്ചാൽ ഈ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓൻ പോകുന്ന പോക്ക് കണ്ടാൽ ഓൻ റോങ് ആയിട്ടാണ് വന്നിട്ടോ, നമ്മളാണ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത്. ഓൻ വൺ വേ കൂടി ഇങ്ങനെ വണ്ടി എടുത്ത് വന്ന് അങ്ങനെ ശരിയാകും. അന്നേരം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഓട്ടുന്നില്ല, ഞാൻ ഇനി ഓട്ടിക്കാൻ ഈ കുണ്ടിലൊക്കെ വീണിട്ട് ഒരു ബൈക്കാവുമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് വണ്ടി സൈഡാക്കിക്കോ, കുണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചുകൊണ്ട് അത്രയും കുണ്ടുകൾ എന്തുണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ബ്ലോക്കും കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടുന്ന് ബസ്സിന് ഓടുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ എന്നോട് എന്നാൽ കുറച്ചുകൂടി അങ്ങോട്ട് നിർത്തി തന്നിന്ന്. അങ്ങനെ വണ്ടിയും കൊണ്ട് ഞാൻ പോകും കേട്ടോ. കോട്ടയം കൈയായിട്ടുള്ള എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. അന്നേരം എന്നോട് പറഞ്ഞു യേശുദാസാണോ. ഞാൻ പറഞ്ഞു നീ പാടുന്നുണ്ടല്ലോ, നീ ചിത്രമായിരിക്കില്ലേ എന്ന്. അന്നേരം ഞാൻ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ പൊക്കി പറഞ്ഞ് പോകുമ്പോൾ അല്ലേ ബ്ലോക്കൊക്കെ കാണുന്ന അത്രയും ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി റോഡൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുണ്ടും കുയ്യുള്ള റോഡ്, ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിറച്ച് ബ്ലോക്ക്. പിന്നെ എന്ത് പറയാനാ, പിന്നെ ആരെ പറയാനാ. ഇവിടെ ബസ്സിൻ്റെ ടയർ എൻ്റെ മക്കളെ ഇത് കണ്ടില്ലേ, ബസ്സിൻ്റെ ടയർ അതിൽ ഒരു വലിയൊരു കുണ്ടിൽ വീണിട്ട് അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അതിലെ വണ്ടി എടുത്തില്ല. അത്രയും വലിയ കുണ്ടതിനും പിന്നെ ഒന്നും നോക്കിയില്ല. ഈ ബസ്സുകാരൻ തട്ടിയില്ല എന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നോക്കിയേ നിങ്ങൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അത്രയും സ്പീഡിലാണ് ബസ് പോകുന്നത്. ബസ്സിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാളൊരു കുണ്ടിൽ വീണ് കിട്ടോ. ഞാളെ കുണ്ടിൽ വീണതിന് ശേഷം ഞാൻ എന്താക്കി, ബസ്സിൻ്റെ ലേശം ബേക്കോട്ട് വെച്ചിട്ടാണ് വണ്ടി കൊണ്ടുപോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് നിങ്ങൾ നോക്കിയോ, ബസ് പോകുന്നത് ആ ഫുട്പാത്ത് കൂടി പോകുന്നതിൻ്റെ തൊട്ട് ഒരൊറ്റ പോക്ക. റോഡ് അവിടെ കിട്ടുന്നില്ല, റോങ് ആയിട്ട് വണ്ടി കയറ്റുന്നുണ്ടാ. ബസ്സാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് തട്ടീന്ന് കേട്ടോ. അങ്ങനെ ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മളെന്താക്കുകയാണ്, ഇവിടെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വേണം ഏതെങ്കിലും ഒരു ബൈക്ക് പോകണ്ടേ എന്നും പറഞ്ഞിട്ട് ഞാനും എന്താക്കി ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടി വണ്ടിയും കയറ്റിയിട്ട് ആടുന്ന് അടിച്ച് മിന്നിച്ചിട്ടോ. പോകുന്ന സമയത്ത് വലിങ്ങനെ തിക്കോടി പയ്യോളി വരെ ഇതാ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. റോഡുകൾ കണ്ടാൽ പിന്നെ ഞെട്ടും, അത്രയും അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂടി നമ്മളെടുത്തി പയ്യോളി എത്തി. അന്നേരം എന്നോട് വണ്ടി വന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹോട്ടലുണ്ടോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി ഹോട്ടലൊക്കെ ഉണ്ടല്ലോ പയ്യോളി, എന്തേലും പൈസ ഉണ്ടോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, എന്നാൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ വാങ്ങിത്തരാം ഫുഡ് എന്നാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ എല്ലാം കൂടി എന്താക്കി ഓൾ ഫുഡ് വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എന്നാൽ പയ്യോളി ടൗണിൽ നല്ല അടിപൊളി, ഓക്ക് ഇവിടെ കേട്ടോ ഇറങ്ങേണ്ടത്, ബസ് സ്റ്റാൻഡല്ലേ. അവിടെ ഞാൻ പറഞ്ഞു അവിടെ ഒന്നും നമ്മൾ കയറണ്ട, ഇപ്പം ഫുഡ് കഴിക്കാനല്ലേ പോകേണ്ടത്, നമുക്ക് പോകാമെന്ന്. അന്നേരം എന്നോട് തന്നെ ഫുഡ് കഴിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു നീ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയല്ലേ, അവിടെ ഫുഡ് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്നാണ്. അങ്ങനെ പൈസ അവൾ തന്നെ കൊടുക്കണം കേട്ടോ. ഈ ബസ്സുകാരൻ നമ്മളെ തട്ടാണ്ട് പോയതാണ്, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ എന്താക്കി ഇതിലിങ്ങനെ തട്ടുന്നത്, ഈ കാറുകാരൻ കണ്ടില്ലേ ഓണിങ്ങനെ അടിച്ച് പിടിക്കുന്നതിന് കേട്ടോ. നമ്മൾ ചിക്കൻ ഗോപാലട്ടൻ്റെ ഹോട്ടലിലെത്തി. ഓല മോനാണ് ഇപ്പം നടത്തുന്നത്. ഒരാൾ കണ്ടില്ലേ 2 ഗ്ലാസ്സൊക്കെ കിട്ടിയെങ്കിൽ എന്ത് കഴിക്കാനാ, ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇവിടെ ചിക്കനും പുട്ടും പൊറാട്ടയൊക്കെ ഉണ്ട്. ഞാൻ പുട്ട് തിന്ന്, എന്താ വെച്ചാൽ നന്നായിട്ട് തള്ളാലോ. ഓള് പിന്നെ പൊറോട്ട മൈദ, അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ രണ്ടാളും കൂടി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർ എന്നോട് പറഞ്ഞ് പൈസ എന്തായാലും ഗൂഗിൾ പേയിൽ എത്തിക്കില്ല. ഞാൻ പറഞ്ഞു എത്തിയിട്ട് ഇവിടുന്ന് ഗ്ലാസും കഴിയിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് വന്നാൽ മതി. അന്നേരം പറഞ്ഞാൽ ആയിക്കോട്ടെ. അങ്ങനെ ഓളെ ഏട്ടനുണ്ട് വിളിക്കുന്നത് പൈസ അക്കൗണ്ടിൽ ഇട്ടിക്കുന്നു. അന്നേരം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു തുടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.